ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ഓണത്തിനും ഊണിനും ഒക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സൈഡ് ഡിഷായ പുളിയിഞ്ചി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞങ്ങളുടെ വീട്ടിൽ സുജാമ ഉണ്ടാക്കുന്ന ഐറ്റംസിൽ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒന്നാണ് പുളിയിഞ്ചി. അപ്പോൾ ഇതെങ്ങനെയാണ് അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ ഞാൻ നിങ്ങൾക്കും പറഞ്ഞുതരാം. അമ്മയുടെ കൈകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാൻ അത്യാവശ്യമായിട്ട് വേണ്ടത് പുളിയും അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയാണ്. പിന്നെ നമ്മൾക്ക് വറവിലേക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളക്, ഉലുവ ഇവയൊക്കെ വേണം. ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് പുളി എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത്രയും വരുന്ന ഒരു ഇഞ്ചി കഷ്ണം എടുത്തു. പിന്നെ പച്ചമുളക്, കുട്ടികൾക്കൊന്നും അധികം എരിവ് വേണ്ട, അപ്പോൾ കുറച്ച് പച്ചമുളക് ഇട്ടാൽ മതി, ഒരു ഫ്ലേവർ വരാനും വേണ്ടി. ശർക്കര ഞാൻ പറഞ്ഞില്ലായിരുന്നു അല്ലേ, ശർക്കരയും വേണം കേട്ടോ. എരിവും പുളിയും മധുരവും എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന ആ ഒരു ടേസ്റ്റില്ലേ, അതാണല്ലോ നമുക്ക് പുളിയിഞ്ചിയുടെ ഫ്ലേവർ എന്ന് പറയുന്നത്. ആദ്യമേ നമ്മൾ നന്നായിട്ട് കഴുകി അരിച്ചെടുത്തിട്ടുള്ള പുളി നന്നായിട്ട് തിളപ്പിക്കും കേട്ടോ. അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും. ഇതൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കും. പിന്നെ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും, അതേപോലെ ഞാനിവിടെ ഒരു ചെറിയ സ്പൂണിലാണ്, അപ്പോൾ അതിനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. നമ്മൾ കറികളിലൊക്കെ മസാല ചേർക്കുന്നത് പോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടിയും ചേർക്കും കേട്ടോ. എല്ലാം വളരെ കുറഞ്ഞ അളവിൽ മതി. അപ്പം നമ്മളിപ്പോൾ കുറച്ചായതുകൊണ്ട് ഈ സ്പൂണിൽ ചെറിയൊരു പോർഷനേ ഇടുന്നുള്ളൂ. നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട്, അപ്പോൾ അധികം എരിവായി പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിലോട്ട് നമ്മൾ എടുത്തു വെച്ച ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര നിങ്ങൾക്ക് ശർക്കരപ്പാനിയായിട്ട് നന്നായിട്ട് അരിച്ചൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇതിലോട്ട് ഡയറക്റ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് കുറുകി വരുമ്പോൾ ആ ഒരു നമ്മൾ പുളിയിഞ്ചിയൊക്കെ കാണുന്ന ഒരു കറിയുടെ ഒരു കൺസിസ്റ്റൻസിയിൽ വരുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് വറവിനുള്ള കാര്യങ്ങൾ നോക്കാം. വറവിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കടുക്, തേങ്ങാക്കൊത്ത്, കറിവേപ്പില, ഉലുവ, വറ്റൽമുളക് ഇതാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. അത് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ വെളിച്ചെണ്ണയിലോട്ട് തന്നെ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് നമുക്കിത് വറവിട്ടെടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നല്ലൊരു ബോട്ടിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്കിത് 2 ആഴ്ചയോളം ഒക്കെ ഉപയോഗിക്കാം. ഞാനിങ്ങനെയാണ് കൊണ്ടുവരാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.